വിവാദത്തിന് പിന്നാലെ ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രകീർത്തിച്ച പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട്. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷിപാൽ, ഇപ്പോൾ തരൂർ അയയുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, ഇവിടെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിച്ച ശേഷവും തന്റെ ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തരൂർ. പക്ഷേ ഇന്നിപ്പോൾ ഇതാ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാചകങ്ങളായി മാറിയിരിക്കുന്നു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണ് അതിൽ പറയുന്നത്? സ്മൃതി, ശശി തരൂർ നേരത്തെ സ്വീകരിച്ച നിലപാട് മയപ്പെടുത്തിയതിൻ്റെ സൂചനയായി 2 ഫേസ്ബുക്ക് പോസ്റ്റുകളെ വിലയിരുത്താൻ കഴിയും. ഇന്നലെ അർദ്ധരാത്രിയോടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിലാണ് ഉമ്മൻചാണ്ടി AKAntony സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ മേഖലയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ, അതിൽ ജിം ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ഉൾപ്പെടെ അതുവഴി ഉണ്ടാക്കിയ നേട്ടങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയെ പ്രകീർത്തിച്ചാണ് അർദ്ധരാത്രി പോസ്റ്റ് വന്നത്. അതിന് പിന്നാലെ കൂടുതൽ ശക്തമായ വിമർശനം കോൺഗ്രസിനകത്തു നിന്നും ഉണ്ടാവുകയും കോൺഗ്രസ് നേതൃത്വം തരൂരിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്ന് അല്പം മുമ്പ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ കൂടുതൽ വിശദീകരണമുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ലേഖനം എഴുതിയത്, അത് ഒരു മേഖലയെക്കുറിച്ച് മാത്രമാണ്. അതിനപ്പുറത്ത് ലേഖനം പൂർണ്ണമായും വായിക്കാതെ വിമർശനം ഉന്നയിക്കുന്നതിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഉമ്മൻചാണ്ടി സർക്കാരാണ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് എന്ന കൂടി ചേർക്കുന്നു ഈ ലേഖനത്തിൽ. നേരത്തെ ശശി തരൂരുമായി ചേർന്ന് നിൽക്കുന്ന ശബരിനാഥ് അടക്കം തരൂർ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിലും തരൂർ മുൻകാലത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അത് ഓർമ്മിക്കേണ്ടതായിരുന്നു, ആ ലേഖനത്തിൽ അതുകൂടി ഓർമ്മിപ്പിക്കേണ്ടതായിരുന്നു എന്ന ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തരൂർ ഒറ്റപ്പെടുന്നു, പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുന്നു ഈ ലേഖനത്തിന് പിന്നാലെ എന്ന് വിലയിരുത്തിയതിന് പിന്നാലെയാകാം വീണ്ടും ഈ കാര്യത്തിൽ തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പുതിയ ഫേസ്ബുക്ക് കുറിപ്പുകളുമായി രംഗത്തെത്തുന്നത്. ഏതായാലും UDF കാലത്ത് വലിയ വികസനങ്ങൾ ഉണ്ടാക്കിയെന്ന പ്രകീർത്തിക്കുമ്പോൾ തന്നെ LDFനെ അനുകൂലിച്ചുകൊണ്ട്, LDF സംസ്ഥാനത്ത് വ്യവസായങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെന്ന ആ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടില്ല. അത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ അങ്ങനെ എഴുതിയത് എന്ന വിശദീകരണമാണ് പുതുതായി വന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ശശി തരൂരിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം MM ഹസൻ അടക്കം തരൂർ പ്രവർത്തക സമിതി അംഗത്വം ഒഴിയണമെന്ന ആവശ്യം ഉയർത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ തരൂരിൻ്റെ നിലപാട് എന്താണെന്നറിയാൻ ആണ് നമ്മൾ കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തരൂർ എത്തിച്ചേരും, തരൂരിൻ്റെ പ്രതികരണം ഉണ്ടാകും. ഏതായാലും നേരത്തെ LDF സർക്കാരിനെ പ്രകീർത്തിച്ച് എഴുതിയ ലേഖനത്തിൽ നിന്നും നിലപാട് മാറ്റിയിട്ടില്ല. ആ നിലപാടിൽ തരൂർ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മുൻകാല UDF സർക്കാരിൻ്റെ വ്യവസായ മേഖലയിലെ ആ മുന്നേറ്റങ്ങൾ ഉൾപ്പെടെ പ്രകീർത്തിച്ചുകൊണ്ട് പുതിയ വിശദീകരണക്കുറിപ്പ് ഇറക്കി. അത് സ്വാഭാവികമായി അതിൽ തൃപ്തരാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം ഇപ്പോൾ MM ഹസന്റേത് അതിശക്തമായ വാക്കുകളാണ്. സാനിയോ മനോമിയുടെ വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ ഇങ്ങനെ വ്യക്തിപരമായ അഭിപ്രായം, ആ ലേഖനത്തിൻ്റെ ഒടുവിൽ തൻ്റേത് വ്യക്തിപരമായ അഭിപ്രായം എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വ്യക്തിപരമായ അഭിപ്രായം ഒരു കോൺഗ്രസ് നേതാവിന് പറയണമെങ്കിൽ ഉത്തരവാദപ്പെട്ട ഏറ്റവും ഉന്നത സ്ഥാനം, ആ സ്ഥാനം പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ചിട്ട് മതി എന്നല്ലേ ഇപ്പോൾ MM ഹസൻ പറയുന്നത്? അതേ സ്മൃതി, കൃത്യമായി അതിരൂക്ഷമായ വിമർശനമാണ് MM ഹസൻ ഇപ്പോൾ ശശി തരൂരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ആർക്കെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ പറയണമെങ്കിൽ ഇത്രയും ഉന്നതമായ ഒരു പദവിയിൽ നിന്നും രാജിവെച്ചതിന് ശേഷം വേണം അത്തരം കാര്യങ്ങൾ പറയാൻ എന്നുള്ള തരത്തിൽ രൂക്ഷമായ വിമർശനമുണ്ടാകുന്നു. കൂടാതെ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതവും അവാസ്തവവുമാണ്, അതിശയോക്തി നിറഞ്ഞതാണ് ശശി തരൂരിൻ്റെ വാക്കുകൾ എന്നാണ് ഇപ്പോൾ MM ഹസൻ പറഞ്ഞിരിക്കുന്നത്. 30,000 വ്യവസായ യൂണിറ്റുകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മണ്ഡലത്തിൽ 2,000 വ്യവസായ യൂണിറ്റുകൾ വേണം. അതെങ്ങനെ ശരിയാകുമെന്ന് തൻ്റെ മണ്ഡലത്തിലെ ആളുകളോടെങ്കിലും സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ ശശി തരൂരിന് എന്നതടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ശശി തരൂരിനെ രൂക്ഷമായാണ് വിമർശിക്കുന്നത്. ആന്തൂരിൽ സാജൻ ആത്മഹത്യ ചെയ്ത് LDF സർക്കാരിൻ്റെ കാലത്താണ്. ഇതൊന്നും ശശി തരൂർ കാണുന്നില്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് ഇതുണ്ടായതിൽ സന്തോഷിക്കുന്നു എന്നാണ് ശശി തരൂർ പറഞ്ഞത്. എന്നാൽ ശശി തരൂർ മാത്രമാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്ന് പറയുകയുള്ളൂ എന്നും MM ഹസൻ പറയുന്നു. ഈ സ്മാർട്ട് സിറ്റിയെ ആക്ഷേപിച്ചവരാണ് LDF. എന്നാൽ സ്റ്റാർട്ടപ്പുകളെല്ലാം നന്നായി ചെയ്ത ആളാണ് ഉമ്മൻചാണ്ടി. അഭിനന്ദിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ ശശി തരൂർ മറക്കുകയാണ് എന്നും MM ഹസൻ പറയുന്നുണ്ട്. ഏതായാലും കടൽമണൽ ഖനനത്തെക്കുറിച്ചും വന്യമൃഗശല്യത്തെക്കുറിച്ചും ലഹരി മാഫിയയെക്കുറിച്ചും ഒന്നും ഒരക്ഷരവും മിണ്ടാത്ത തരൂർ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നും പറയുന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് വൻകിട സംരംഭങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ എന്ന് തരൂർ ആലോചിച്ച് പറയണം. മാത്രവുമല്ല, തരൂർ ഇത് ഇമേജ് ശക്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. UDF ഇത്രയും കാലം പറഞ്ഞതിനെയൊക്കെ ശശി തരൂർ തള്ളിപ്പറയുകയായിരുന്നു ഇത്രയും ഈ ലേഖനത്തിലൂടെയെന്നും MM ഹസൻ പറയുന്നുണ്ട്. കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് കൊണ്ടുവന്നപ്പോൾ ഒരക്ഷരം മിണ്ടാത്തയാളാണ് ശശി തരൂർ. എങ്ങനെയാണ് ഇദ്ദേഹത്തിന്
ശശി തരൂരിന് അന്താരാഷ്ട്ര നയങ്ങളെ അടക്കം മോദിയുടെ അന്താരാഷ്ട്ര നയങ്ങളെ അടക്കം പ്രശംസിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് എം ഹസൻ പറയുന്നത്. അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് വേണം ശശി തരൂർ ഇത്തരം കാര്യങ്ങൾ പറയാൻ. പാർട്ടി ശശി തരൂരിൻ്റെ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തും. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ശശി തരൂർ ഇപ്പോൾ പുകഴ്ത്തുന്നത്. അതിനു പിന്നിൽ എന്താണ് എന്ന് ശശി തരൂരിന് മാത്രമേ അറിയുകയുള്ളൂ. രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ നിലപാടിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ടുള്ള വിമർശനങ്ങളും ഘടകവിരുദ്ധമായിക്കൊണ്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ ശശി തരൂർ എടുക്കുന്നത് എന്നും അതിരൂക്ഷമായി എം ഹസൻ വിമർശിക്കുകയാണ്. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ശശി തരൂരിനത് പറയാൻ കഴിയില്ല എന്നുള്ള വിമർശനവും എം ഹസന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. സാനിയോ, ഇപ്പോൾ ഈ വിഷയം കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമെന്ന് മാറി നിന്നിരുന്ന മുസ്ലിം ലീഗും ഇപ്പോൾ പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇത് കോൺഗ്രസിന്റെ തന്നെ പ്രശ്നമായി, കോൺഗ്രസിന് മാത്രമല്ല മുന്നണിയുടെ ആകെ പ്രശ്നമായി ഇപ്പോൾ ലീഗ് കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുബഷീർ, ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അതിശക്തമായ പ്രതികരണത്തിലേക്ക് വന്നിരിക്കുന്നു. അതുമാത്രമല്ല UDF കാലത്തെ നേട്ടങ്ങൾ എണ്ണി പറയുന്നുമുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ. എന്താണ് അദ്ദേഹം തരൂരിന്റെ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചത്? തീർച്ചയായും ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിന് തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. പൊതുവെ മുന്നണിയുടെ സാഹചര്യത്തെ ഉൾപ്പെടെ അത് പ്രതിസന്ധിയിലാക്കി എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. അത് തുറന്നടിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടി നടത്തിയിരിക്കുന്നത്. ശശി തരൂരിനെതിരെ പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനം അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. നേരിട്ട് വിമർശിച്ചിട്ടില്ലെങ്കിലും UDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന വ്യവസായ മേഖലകളിലെ മാറ്റങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ആരംഭിക്കുന്നത്. കരുണാകരൻ സർക്കാർ മുതൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും പിന്നീട് വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ UDF സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ ഏറ്റവും അധികം വ്യവസായ മേഖലയിൽ മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ശശി തരൂരിന്റെ ലേഖനത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വികസന പദ്ധതികളിൽ വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ശശി തരൂർ പറയുമ്പോൾ അതിനൊരു മറുപടിയായി UDF സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികളെ കുഞ്ഞാലിക്കുട്ടി എടുത്തുയർത്തി കാണിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം പറയുന്നത് കിൻഫ്ര പാർക്കുകൾ തന്നെയാണ്. കാക്കഞ്ചേരിയിലെ കിൻഫ്ര പാർക്ക് മുതൽ കാക്കനാടുള്ള പലതരത്തിലുള്ള പാർക്കുകൾ ഉൾപ്പെടെ കൊണ്ടുവന്നത് വ്യവസായ വകുപ്പ് താൻ കൈകാര്യം ചെയ്തിരുന്ന സമയത്തായിരുന്നു. UDF മന്ത്രിസഭയുടെ കാലത്ത് തന്നെയായിരുന്നു. അതിനൊക്കെ തന്നെ അതിനെതിരെ ആ ഒരു സമയത്ത് സമരം ചെയ്തിരുന്ന ആളുകളായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അവരിപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സ്വാഗതം ചെയ്തത് അതിനോട് തനിക്കും യോജിപ്പുണ്ട്. പക്ഷേ അത് സ്ഥായിയായി നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. ഒരേ സമയം ശശി തരൂരിനെ വിമർശിച്ചും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാര്യത്തിൽ ഇരട്ടത്താപ്പുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനുള്ള സംതൃപ്തി അത് വളരെ കൃത്യമായി തന്നെ UDFന്റെ വരാൻ പോകുന്ന യോഗത്തിൽ രേഖപ്പെടുത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. പറയേണ്ട സ്ഥലത്തെ കൃത്യസമയത്ത് തന്നെ മുസ്ലിം ലീഗ് അവതരിപ്പിക്കും. അതിലൊന്നും തന്നെ ലീഗ് ഒരു കാലത്തും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. വിശേഷവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു പ്രതികരണം അണികളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന പൊതുവെയുള്ള വിലയിരുത്തൽ മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട്. അതിലുള്ള ഒരു അസംതൃപ്തി കൃത്യമായി രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. ശശി തരൂരിനെ നേരിട്ട് വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് നിലവിൽ ഇവിടെയുള്ള വികസന പദ്ധതികൾ എല്ലാ മാറ്റങ്ങളും വമ്പിച്ച മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഐക്യജനാധിപത്യ മുന്നണി തന്നെയാണ് എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. ഇവിടെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുന്ന സമയത്ത് അതിനെതിരെ രക്തരൂക്ഷിതമായ സമരങ്ങൾ നടത്തിയത് ഇടതുപക്ഷമായിരുന്നു. പിന്നീട് നമ്മളിപ്പോൾ ഇടതുപക്ഷ ഇരട്ടത്താപ്പാണ് അവരുടെ ഇപ്പോഴത്തെ നയം എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി പ്രധാനമായും വിമർശിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനുള്ള ഒരു അതൃപ്തി കുഞ്ഞാലിക്കുട്ടി ആ നിലയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി ശശി തരൂരിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയതയും പരോക്ഷമായി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ശരി, ഏതായാലും CWC അംഗമെന്ന വില തനിക്ക് സംസ്ഥാന കോൺഗ്രസ് KPCC നൽകുന്നില്ല എന്നൊരു പരാതി തരൂരിനുണ്ട്. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ താൻ എത്രത്തോളം വിലപ്പെട്ടവനായി മാറുന്നു എന്ന് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ഇപ്പോൾ തരൂർ ചെയ്തിരിക്കുന്നത്. ഏതായാലും രൂക്ഷമായ പ്രതികരണങ്ങൾ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഒപ്പം മുസ്ലിം ലീഗിൽ നിന്നും ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു.